പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രവർത്തനം പുത്തനയിൽ ആരംഭിച്ചു. ആതുര സേവന രംഗത്ത് ആയുർവേദത്തിൻ്റെ പുതിയ കയ്യൊപ്പുമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്വത്തിനും എന്നും അവസാന വാക്ക് കോട്ടക്കൽ തന്നെ. പുത്തനയുടെ ഹൃദയഭാഗത്ത് ഇനി പച്ചമരുന്നിൻ്റെ പവിത്രത അനുഭവിച്ചറിയാം. ശ്രീമതി ഗീതാ വാര്യരുടെ മഹനീയ കരങ്ങളാൽ ദീപം തെളിയിച്ച് പ്രവർത്തനം തുടങ്ങിയ കോട്ടക്കൽ പുത്തനൈ ശാഖയിൽ ഇനി എല്ലാ ആയുർവേദ മരുന്നുകളും ലഭിക്കും. കൂടാതെ ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ മെമ്പർ ഉണ്ണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാമാഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രസാദ് വൈദ്യർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എന്തായാലും അവരുടെ വിവരങ്ങളിലേക്ക്. ഇത് സംഭവം നിറകള് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പുത്തനയില് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനൊരു ആയുർവേദ കട, അതും കോട്ടക്കൽ ആയുർവേദശാല ഇവിടെ ഓപ്പൺ ചെയ്യണത്. എന്തായാലും ഇവരുടെ ഓണറുടെ അമ്മ തന്നെയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വാർഡ് മെമ്പറ് നമ്മുടെ ഉണ്ണിയത്തോടുണ്ട്. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച്, സ്വന്തം നാടിനെ കുറിച്ച്, അതും ഈ ഒരു പുത്തനൈ എന്ന് പറയുമ്പോൾ ശരിക്കും പണ്ട് കാലങ്ങളിൽ ഒരു 1, 2, 3 കടകൾ മാത്രമേ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ ഒരുപാട് കടകൾ വന്നു, വികസനം വന്നു, ഹോസ്പിറ്റൽ വന്നു, മെഡിക്കൽ സ്റ്റോറുകളും വന്നു. എന്താ പറയാനുള്ളത്? ഇവിടെ കുഞ്ഞുട്ടി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പുത്തേരിയെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഫ്രാഞ്ചൈസി നമുക്ക് ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാധയാണ് അതിന്റെ ഓണർ. പിന്നെ രാധയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിന്നെ കുറെ കാലങ്ങളായി ഈ ആയുർവേദ രംഗത്ത് കടകളിലൊക്കെ നിന്ന് നല്ല പാരമ്പര്യമുള്ള ഒരാളാണ് രാധ. പിന്നെ രാധയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പിന്നെ നമ്മുടെ ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഫ്രാഞ്ചൈസി തുറന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷം തന്നെയാണ് ഇത് സമ്മാനിക്കുന്നത്. നമ്മുടെ പുത്തേരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ കുഞ്ഞുട്ടി സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ അനുദിനം പിന്നെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പുത്തനേരി. പലതരത്തിലുള്ള പിന്നെ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ അലോപ്പതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോ ആയുർവേദം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കച്ചവട സ്ഥാപനങ്ങള് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിൽ പോയി പിന്നെ ആയുർവേദ മരുന്നുകളൊക്കെ മേടിക്കുന്നത് ഇവിടെ തന്നെ മേടിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആയുർവേദ കോട്ടയ്ക്കൽ ആയുർവേദശാല എന്നൊക്കെ പറയുന്നത് ഇവിടെ കരുവാറിന് പോകണം, അതേപോലെ തന്നെ അല്ലെങ്കിൽ മേലാറ്റൂര് പോകണം. അതൊക്കെ തന്നെ ഇവിടുന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പൊ മൂന്നാടി, അരത്തനാട്ടുകര, കറവ, അവിടെ നിന്ന് ഉൾപ്പെടെ നമ്മുടെ പിന്നെ ഈ മേഖലയിലേക്ക് വന്ന് പിന്നെ ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ പിന്നെ ഗുണങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ഇന്നത്തെ ഈ പിന്നെ വലിയ സന്തോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ഞാനും പങ്കുചേർന്നു. ഈ ആയുർവേദശാലയുടെ പ്രവർത്തനം മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വക്തവ്യം നിർത്തുന്നു. എന്തായാലും ഉണ്ണിയേട്ടം ഇതിന്റെ കുറച്ച് ഏരിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടു. കാരണം എന്താ വെച്ചാല് കരുവാറുണ്ട്, അല്ലെങ്കിൽ മേലാറ്റൂര്, അതുപോലെ തന്നെ നമ്മൾ ഉൾഗ്രാമങ്ങള് കവല എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ഒരു മലയോര മേഖല, അതായത് ഉള്ളിലേക്ക് അങ്ങോട്ട് ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. നോക്കാം. വികസിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനഴിയിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് എല്ലാവരും അതിനെ സമീപിക്കുന്നത്. കോട്ടക്കൽ ആര്യവൈദ്യശാല ഇന്ത്യയിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന വൈദ്യ സഹായം നൽകുന്ന ഒരു കേന്ദ്രമാണ്. അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. പരമ്പരാഗതമായി വാര്യർ സമാജത്തിന്റെയും അവരുടെ ആളുകളുടെയും മാത്രം നേതൃത്വത്തിലുണ്ടായിരുന്ന ആ വൈദ്യശാലയും അതിൻ്റെ ഉപഘടകങ്ങളും ഇന്ന് മറ്റുള്ളവർക്ക് പോലും തുറന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ശാഖ നമ്മുടെ നാട്ടുകാരിയായ രാധയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏറ്റവും സന്തോഷകരമാണ്. ഈ അവസരത്തിൽ ഇതിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാല ബ്രാഞ്ചിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ വാർഡ് മെമ്പർക്കും അത് ഉദ്ഘാടന കർമ്മം നടത്തിയ നമ്മുടെ ഗീത അമ്മയ്ക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന വേളയിൽ സഹകരിച്ച എല്ലാവരും തുടർന്നുള്ള നമ്മുടെ വിജയത്തിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.